രാത്രിയിൽ നെഞ്ചിടിപ്പ് കൂടിയിട്ട് ഒരുപാട് ആളുകൾ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് വരാറ്. പലർക്കും ഉറക്കത്തിനെ വരെ ബാധിക്കുന്ന രീതിയിൽ നെഞ്ചിടിപ്പ് കൂടാം. ഇങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇതിൽ ഒരു പ്രധാന കാരണം ടെൻഷനാണ് കേട്ടോ. പാനിക് അറ്റാക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ ഭയങ്കര ആങ്സൈറ്റിയും ആകുലതയൊക്കെ ഉള്ള ആളുകൾക്ക് രാത്രി ഉറക്കത്തിൽ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടും. ഇതിന്റെ ഒരു കാരണം എന്താണ്? അവർക്ക് ആ സമയത്ത് അഡ്രിനാലിൻ ഹോർമോൺ വല്ലാതെ കൂടും. അന്നേരം വിയർക്കും, നെഞ്ചിടിക്കും, പേടി വരും, മരിക്കാൻ പോവാന്ന് തോന്നും. ഇങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഉറങ്ങുന്നതിന് മുമ്പ് ടെൻഷൻ മാറ്റാനുള്ള ബ്രീത്തിങ് എക്സർസൈസ്, റിലാക്സേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കും. ഡീപ്പ് ബ്രീത്തിങ് ചെയ്യും. ഇങ്ങനെ കുറെ മാർഗങ്ങളുണ്ട്. പിന്നെ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ചില മരുന്നുകൾ. രണ്ടാമത്തെ കാരണം ഹൃദയത്തിന്റെ കറണ്ടിന്റെ പ്രശ്നമാണ്. ഇതിന് SVT എന്ന് പറയും, സുപ്രാ വെൻട്രിക്കുലർ ടാക്കിക്കാർഡ്. ഇത് ജന്മനായുള്ള ഒരു കറണ്ട് പ്രശ്നമാണ്. പല ആളുകൾക്കും ഇത് പ്രായം ചെല്ലുന്നതിനനുസരിച്ച് കൂടി വരുന്ന കാണാറുണ്ട്. പല ആളുകൾക്കും ഇത് പ്രത്യേകിച്ച് രാത്രി കൂടാനുള്ള ഒരു സാധ്യത. ഇങ്ങനെയുള്ളവർ രാത്രി കോഫി കഴിക്കുന്നതും രാത്രി ടെൻഷൻ അടിക്കുന്നതും കുറയ്ക്കന്നെ വേണം. ഇതെങ്ങനെ മനസ്സിലാവും? മിടിപ്പ് വരുന്ന സമയത്ത് ECGയിൽ കൃത്യമായിട്ടും ഈ പറഞ്ഞ SVT കണ്ടെത്താൻ പറ്റും. ഇതിന് ചികിത്സ ഉണ്ട് കേട്ടോ. മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റും. ചില ആളുകൾക്ക് കീ ഹോൾ ഓപ്പറേഷനിലൂടെ ഇത് മുഴുവനായിട്ട് മാറ്റി കൊടുക്കാം. മൂന്നാമത്തെ കാരണം വളരെ സാധാരണയാണ്. തൈറോയിഡിന്റെ പ്രശ്നമാണ്. തൈറോയ്ഡ് ഹോർമോൺ കൂടുന്ന അവസ്ഥ, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. ഇതിലെന്താണ് സംഭവിക്കുക? തൈറോയ്ഡ് ഹോർമോൺ ഹൃദയമിടിപ്പ് കൂട്ടും, മെറ്റബോളിസം കൂട്ടും. അങ്ങനെ രാത്രി സമയത്ത് നെഞ്ചിങ്ങനെ പടപടാ അടിക്കാൻ തുടങ്ങും. ഇത് തൈറോയിഡിന്റെ ഗുളിക കഴിക്കണവർക്കും വരാട്ടോ. തൈറോയ്ഡ് ഉള്ള ഒരാളാണെങ്കിൽ ഈ രാത്രി സമയത്ത് മിടിപ്പ് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡിൽ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുക. ഗുളികന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ കറക്റ്റ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പൊതുവെ രാത്രി സമയത്ത് മിടിപ്പ് വരുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഈ വരുന്ന സമയത്ത് ഇത് വരാനുണ്ടായ സാഹചര്യം നോക്കണം. ഇത് എത്ര മിനിറ്റ് നേരം നിലനിൽക്കുന്നുണ്ട് നോക്കണം. ഇതെങ്ങനെ കുറഞ്ഞു എന്ന് നോക്കണം. മറ്റൊരു കാര്യം, റിലാക്സേഷൻ ടെക്നിക്സുകൾ പഠിക്കുക, യോഗ പഠിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കോഫി കഴിക്കരുത്, മദ്യം കഴിക്കുന്ന ഒഴിവാക്കണം. പിന്നെ വയറ് നിറച്ച് ഭക്ഷണം രാത്രി കഴിക്കരുത്. പിന്നെ വിട്ടുമാറാത്ത മിടിപ്പ് ശല്യം രാത്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണാൻ ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക. ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യണം, ഹോൾട്ടർ ടെസ്റ്റ് ചെയ്യണം, എക്കോ ടെസ്റ്റ് എടുക്കണം. ഹൃദയമിടിപ്പിന്റെ പ്രശ്നമുള്ള ആരെങ്കിലും നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.